1984 പോർച്ചുഗലിലെ ഫഞ്ചൽ എന്ന മഡേറ ദ്വീപിൽ ഒരു വളരെ പാവപ്പെട്ട കുടുംബം. ആ കുടുംബത്തിലെ അമ്മയായ മറിയ ഡോളേഴ്സ് തിരിച്ചറിയുകയാണ് താൻ വീണ്ടും ഗർഭിണിയാണെന്ന്. ഇപ്പോൾ തന്നെ ഇവർക്ക് 3 മക്കളുണ്ട്. ഇവർ ജീവിക്കുന്നതാവട്ടെ ഈ സ്ത്രീ വീട്ടുജോലി ചെയ്തും. ഇതേ സമയം ഇവരുടെ ഭർത്താവ് തോട്ടം ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇയാൾക്ക് വലിയ വരുമാനമൊന്നുമില്ല. വരുമാനമുണ്ടെങ്കിൽ കൂടി അതെല്ലാം കുടിച്ച് നശിപ്പിക്കുകയാണ് ഇയാളുടെ പതിവ്. അങ്ങനെയുള്ള കുടുംബത്തിലെ ഒരമ്മയാണ് ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത്. വീണ്ടും ഒരു കുട്ടിയെ കൂടി തൻ്റെ കുടുംബത്തിൽ സ്വാഗതം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ആ സ്ത്രീ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നശിപ്പിക്കാമെന്ന് ആ അമ്മ തീരുമാനിച്ചു. അങ്ങനെ ആ കുട്ടിയെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ആ അമ്മ ഒരു ഡോക്ടറുടെ അടുത്തെത്തുന്നു. പിന്നീട് ഡോക്ടറുടെ വാക്കുകൾ കേട്ട് തൻ്റെ കുഞ്ഞ് ജനിക്കട്ടെ എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ 1985 ഫെബ്രുവരി 5 ആ കുട്ടി ജനിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോ സാൻറ്റോ അവേറോ. അന്ന് ആ അമ്മ അറിഞ്ഞു കാണില്ല ആ കുഞ്ഞ് പിൽക്കാലത്ത് ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുന്ന ഒരാളായി മാറുമെന്ന്. CR7 തൻ്റെ ബാല്യത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ വളരെ ദരിദ്രരായിരുന്നു. എനിക്ക് കളിപ്പാട്ടങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ കളിപ്പാട്ടമില്ലാത്തവൻ്റെ കയ്യിൽ ഇന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാർ.